ഏവർക്കും ചെസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ബൊഗെയിൻവില്ലയുടെ വളപ്രയോഗങ്ങളെക്കുറിച്ചും ഒരു ചെടിയിൽ തന്നെ പല കളറിൽ പൂക്കൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയും കൂടിയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി വൈകുന്നേരങ്ങളിൽ എന്നും തന്നെ മഴയാണ്. എന്നാലും പൂക്കൾക്കൊന്നും വലിയ കുറവൊന്നുമില്ല. കുറച്ച് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി എന്നല്ലാതെ പുതിയതായി ഉണ്ടാകുന്നവ പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് പൂക്കളുണ്ടാകുവാനുള്ള വളം ചെയ്യുന്നത് കൊണ്ടാണ്. രാസവളങ്ങളും ജൈവവളങ്ങളും മാറി മാറി കൊടുക്കും. 2 ആഴ്ച അല്ലെങ്കിൽ 20 ദിവസമൊക്കെ കൂടുമ്പോൾ വളം കൊടുക്കും. രാസവളങ്ങളായി NPK 19 DAPയും ഒക്കെയാണ് കൊടുക്കുന്നത്. ജൈവവളങ്ങളായി ചാണകപ്പൊടി, പൂക്കാനായി എല്ലുപൊടി, കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് പുളിപ്പിച്ച് അതിൻ്റെ തെളി ഊറ്റി കൊടുക്കും. പിന്നെ കോഴിക്കാഷ്ടവും കൊടുക്കാറുണ്ട്. കോഴിക്കാഷ്ടം കൊടുക്കുന്നത് ബൊഗെയിൻവില്ലകൾ നന്നായി പൂവിടുവാൻ വളരെ നല്ലതാണ്. മഴയുള്ളതുകൊണ്ട് കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയാലും അത് കൊഴിയുന്നതിന് മുമ്പ് തന്നെ അടുത്ത പൂക്കൾ വരുവാൻ തുടങ്ങും. തുടർച്ചയായി പൂവിട്ടുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി നമുക്ക് ഒരു ചെടിയിൽ പല കളർ പൂക്കളുണ്ടാകുന്ന കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 4 കളറിലുള്ള കമ്പുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. യെല്ലോ, പിങ്ക്, വൈറ്റ്, റെഡ്. ഇതെല്ലാം നാടൻ ചെടികളാണ്. ഒരേപോലെയുള്ള ചെടികളാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്നത്. ഓരോന്നിൻ്റെയും കമ്പുകൾ എടുത്ത് 3-4 ഇഞ്ച് നീളത്തിലാണ് കമ്പുകൾ മുറിച്ചെടുക്കേണ്ടത്. അവയുടെ ഇലകളെല്ലാം മാറ്റിയ ശേഷം 2 വശത്തു നിന്നും ചെരിച്ച് ചെയ്തെടുക്കുക. നല്ല പ്രായമുള്ള കട്ടിയുള്ള കമ്പുകളുള്ള പഴയൊരു ബൊഗെയിൻവില്ല മുറിച്ച് 4-5 ഇഞ്ച് മുകളിൽ വെച്ച് നന്നായി മുറിച്ചെടുക്കുക. ഒരേ നിരപ്പിൽ വേണം മുറിക്കുവാൻ. അതിൻ്റെ 4 സൈഡിൽ കൂടെ കട്ട് ചെയ്ത് വയ്ക്കുക. ഇതുപോലെ നല്ല പ്രായമുള്ള ബൊഗെയിൻവില്ലകളാണ് അതിന് ഉത്തമം. ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അത് പ്രായം കുറഞ്ഞതായതുകൊണ്ടാണോ എന്നറിയില്ല, ശരിയായി വന്നില്ല. അതിൻ്റെ 4 സൈഡിലുമുള്ള കട്ടിങ്ങിലേക്ക് നമ്മൾ 2 വശത്തു നിന്നും കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബൊഗെയിൻവില്ലയുടെ കമ്പുകൾ അകത്തേക്ക് താത്തി വെക്കുക. കമ്പുകളെല്ലാം നന്നായി അതിനുള്ളിലേക്ക് കയറ്റി വെച്ച ശേഷം ഒരു ടേപ്പ് കൊണ്ടോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വള്ളി കൊണ്ടോ നന്നായി വെള്ളം വീഴാത്ത വിധത്തിൽ കെട്ടിവെക്കുക. അതിന് മുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ കൂടി വയ്ക്കുക. പ്ലാസ്റ്റിക് കവറിന് 1-2 ദ്വാരം കൂടി ഇടണം. തണലിലേക്ക് മാറ്റി വയ്ക്കുക.
കുറേ കാലം 1 മാസമൊക്കെ ആകുമ്പോഴേക്കും കമ്പുകളൊക്കെ തളർത്ത് വരുവാൻ തുടങ്ങും. ഈ വർഷം പൂക്കളിട്ടാൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.